വയനാട് ദുരന്തത്തിൽ മരണം 354 ചൂരൽമലയിലും പരിസര പ്രദേശങ്ങളിലും 5-ാം ദിവസവും സർവ്വസന്നാഹങ്ങളും ഒരുക്കി തിരച്ചിൽ നടന്നു. ഒരു മൃതദേഹമാണ് ഇവിടെ നിന്നും ഇന്ന് കണ്ടെത്തിയത്. മൺകൂമ്പാരങ്ങൾ ഇളക്കിയും വീടുകളുടെ കോൺക്രീറ്റ് പാളികൾ മുറിച്ചും സേനാ വിഭാഗങ്ങൾ സംയുക്തമായി നടത്തിയ തെരച്ചിൽ ഈ നിലയിൽ എത്ര ദിവസം തുടരുമെന്നതിൽ വ്യക്തതയില്ല. മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി സൂചനയുമില്ല. ഐബോർഡ് പരിശോധനാ സംഘം നാളെ തെരച്ചിലിനിറങ്ങും. എസ് വിജയകുമാർ ചെയ്യുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചൂരൽമലയിൽ നിന്ന്. വിജയകുമാർ, 5-ാം ദിനത്തിലെ തെരച്ചിൽ നമുക്ക് ഇന്ന് വലിയ പ്രതീക്ഷ നൽകുന്ന വിവരങ്ങൾ അവിടെ ചൂരൽമലയിൽ നിന്നും മുണ്ടക്കയിൽ നിന്നും കിട്ടിയതുമില്ല. മാത്രവുമല്ല, വലിയ ആഘാതം എത്രമാത്രം ആ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൃശ്യങ്ങൾ നമുക്ക് ഇന്ന് ലഭിക്കുകയും ചെയ്തു. അതേസമയം ചാലിയാറിൽ നിന്നാണ് ഇന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അവിടെ നാളെ വ്യാപകമായ തിരച്ചിലിനൊരുങ്ങുകയാണ് ദൗത്യസംഘം എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, ഏതൊക്കെ മേഖലകളിലേക്ക് ദൗത്യസംഘത്തിന് എത്താൻ പറ്റി, നാളെ എന്താണ് അവരുടെ ആക്ഷൻ പ്ലാൻ? തെരച്ചിലിന്റെ 5-ാം ദിവസവും എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയാണ് ദൗത്യ സംഘം എന്ന് നമുക്ക് പറയാം. ആ സംഘത്തെ അവർ മല കയറുകയും ഈ പുഴയുടെ അടിവാരങ്ങളിലേക്ക് താഴ്വാരങ്ങളിലേക്കൊക്കെ തെരച്ചിലിനായി പോവുകയും ചെയ്തത്. ഇന്നലത്തേതുപോലെ തന്നെ 6 സംഘങ്ങളായി തന്നെയാണ് തെരച്ചിലിന് പോയത്. ഒരു സംഘത്തിൽ 40 പേരുണ്ട്. ആ 40 പേരുള്ള സംഘത്തിൽ നാട്ടുകാരുണ്ട്. നാട്ടുകാരുടെ സഹകരണം എന്ന് വെച്ചാൽ നാട്ടുകാർ പറഞ്ഞു കൊടുക്കുന്നു, ഇവിടെ ഒരു വീടുണ്ടായിരുന്നു, ഇവിടെ ഒരു വീടുണ്ടായിരുന്നു, ഇവിടെ സ്കൂളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ ഒരു ആരാധനാലയം ഉണ്ടായിരുന്നു. അങ്ങനെ നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്ന സ്ഥലങ്ങളിലായിരുന്നു തെരച്ചിൽ നടത്തിയത്. ആ തെരച്ചിലിൽ വലിയ കോൺക്രീറ്റും അവശിഷ്ടങ്ങൾ, തടിക്കഷ്ണങ്ങൾ, അതുപോലെ തന്നെ ഈ വലിയ പാറക്കല്ലുകൾ, മൺകൂമ്പാരങ്ങൾ ഇതൊക്കെ ഇളക്കി മുറിച്ചു മാറ്റിയുള്ള പരിശോധനയാണ് രാവിലെ മുതൽ നടന്നത്. മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തുമൊക്കെ നടന്ന പരിശോധനയിൽ എന്തെങ്കിലും വലിയ തോതിൽ എന്തെങ്കിലും ഒന്ന് കണ്ടെത്തി എന്നൊരു വിലയിരുത്തലിലേക്ക് ഈ ദൗത്യ സംഘത്തിലെ ആരും എത്തിയിട്ടില്ല. മൺകൂമ്പാരങ്ങൾ ഇളകി പരിശോധിക്കുന്നുണ്ട്, പക്ഷേ മനുഷ്യരുടെ സാന്നിധ്യം അതിലൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പല മേഖലയിലും ഇപ്പോൾ ഏറ്റവും അധികം ആളുകൾ കുടുങ്ങിപ്പോയി എന്ന് കരുതുന്നത് ഈ പുഴയുടെ തീരത്താണ്. വെള്ളാർമല VHSC സ്കൂളിന്റെ ഭാഗത്തൊക്കെയാണ്. പക്ഷെ അവിടെയൊക്കെ നടത്തിയ തെരച്ചിലും ഇന്നലെയൊക്കെ ചില ചേതനേറ്റ ശരീരങ്ങൾ അവിടുന്ന് കണ്ടെത്തിയെങ്കിൽ ഇന്ന് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കൂടുതൽ മൺകൂമ്പാരങ്ങൾ ഇളക്കി അവർ പരിശോധിക്കുകയായിരുന്നു. പുഴയുടെ നടുക്കും പുഴയുടെ ഇരുഭാഗങ്ങളിലുമൊക്കെ വിശദമായ പരിശോധനയാണ് ഇന്ന് രാവിലെ മുതൽ നടത്തിയത്. ഈ ഉരുൾ പൊട്ടി വന്ന ഭാഗത്തുനിന്ന് വളരെ താഴേക്ക് പുഴ ഒഴുകുന്നതിന്റെ ഭാഗത്തൊക്കെ വിശദമായ പരിശോധന നടത്തിയെങ്കിലും അങ്ങനെ എന്തെങ്കിലും മനുഷ്യർ അവിടെ കുടുങ്ങിയതിന്റെ സൂചനകളൊന്നും ഈ പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ല. ഇപ്പോൾ നാളെ ഇനി ഏറ്റവും ശ്രദ്ധേയമാകാൻ പോകുന്ന, ഏറ്റവും പ്രധാനപ്പെട്ടതാകാൻ പോകുന്നത് ചാലിയാർ കേന്ദ്രീകരിച്ച് നടത്താൻ പോകുന്ന പരിശോധനയാണ്. ഈ ചാലിയാറിലേക്ക് ആളുകൾ ഒഴുകിപ്പോയിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിനോടകം വ്യക്തമായിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്, അതിന്റെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ചാലിയാറിലേക്ക് കൂടുതൽ പരിശോധന വ്യാപിപ്പിക്കണം എന്ന തീരുമാനം ദൗത്യ സംഘം എത്തിയിട്ടുണ്ട്, രക്ഷാപ്രവർത്തകർ എത്തിയിട്ടുണ്ട്. ചാലിയാറിലേക്ക് കൂടുതൽ ആളുകൾ ഒഴുകിപ്പോയ സാഹചര്യത്തിൽ ആ വിവരം പുറത്തു വന്നതോടുകൂടി, അതിന് സ്ഥിരീകരണം ഉണ്ടായതോടുകൂടി ഇപ്പോൾ നേവിയൊക്കെ അവിടേക്ക് ചെറിയ ബോട്ടുകളൊക്കെ കൊണ്ടുവന്ന് പരിശോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വിവിധ പോലീസ് സ്റ്റേഷനുകൾ എന്ന് വെച്ചാൽ ചാലിയാറിന്റെ കരകളിലുള്ള പോലീസ് സ്റ്റേഷനുകൾ ആ പരിശോധനയിൽ പങ്കെടുക്കുന്നുണ്ട്. നാട്ടുകാർ, സന്നദ്ധ പ്രവർത്തകർ, മുങ്ങൽ വിദഗ്ധരൊക്കെ ആ പരിശോധനയിൽ പങ്കെടുക്കുന്നുണ്ട്. നാളെ അങ്ങനെ സമഗ്രമായ ഒരു തെരച്ചിൽ നടത്താനാണ് ഇപ്പോൾ ചാലിയാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ആ മേഖലയിലുള്ളവർക്ക് അങ്ങനെ ഒരു നിർദ്ദേശമാണ് കിട്ടിയിരിക്കുന്നത്. ആ പരിശോധന ഒരുപക്ഷെ ഈ മേഖലയിലെ ആകെ തെരച്ചിലിൽ നിർണായകമാകാൻ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന്, നാളെ കുറെ കൂടി സാങ്കേതിക സൗകര്യങ്ങൾ ഈ തെരച്ചിലിന് കൊണ്ടുവരും ഐബോർഡ് പരിശോധനാ സംഘം ഇന്ന് എത്തിയിട്ടുണ്ട്. അവർ ട്രയൽ നടത്തി, അത് വിജയകരമാണ്. ഈ പുഴയോരത്താണ് അവർ ട്രയൽ നടത്തിയത്. അപ്പോൾ നാളെ മുതൽ അവരുടെ ആക്ച്വൽ എക്സാമിനേഷൻ അവർ ശരിക്കും നാളെ അവരുടെ പരിശോധന തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. റഡാർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഈ മണ്ണിനോട് ചേർന്ന്, പരപ്പിനോട് ചേർന്ന് അവർ നടത്താൻ പോകുന്ന തെരച്ചിലിൽ എന്തൊക്കെ സൂചനകൾ കിട്ടും, ആ സൂചനകൾ ഇവിടെ ഈ വിദഗ്ധർക്ക് കൈമാറും. അവരത് അനലൈസ് ചെയ്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവർക്ക് കൈമാറും. അവർ അവിടെ പരിശോധന നടത്തും. ആ നിലയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നാളെ ആ പരിശോധന തുടങ്ങും എന്നാണ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ, അദ്ദേഹത്തിന്റെ ടീം അറിയിച്ചിരിക്കുന്നത്. ആ പരിശോധനയും ഇപ്പോൾ ആർമി കൂടുതൽ റഡാർ സൗകര്യങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരുന്നു എന്ന് കേൾക്കുന്നു. ഇപ്പോൾ ഇന്ന് എയർഫോഴ്സിന്റെ അവരുടെ ഒരു ഏരിയൽ സർവേ അവർ നടത്തി. ഈ മേഖലയുടെ സമഗ്രമായ ഈ ദുരന്തത്തിന് ശേഷമുള്ള ഒരു ചിത്രം ശേഖരിച്ചു.
ഇപ്പോൾ ഇവിടെ നേരത്തെ എന്തുണ്ടായിരുന്നു, അതിനുശേഷം ഇപ്പോഴെന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് ഡ്രോൺ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ, നഷ്ടപരിഹാരം നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കുള്ള ചർച്ചകളിലേക്ക് കൂടി ജില്ലാ ഭരണകൂടവും സർക്കാരും ഒക്കെ കടക്കുന്നുണ്ട് എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. എന്തായാലും തെരച്ചിൽ 5 ദിവസം പൂർത്തിയാകുമ്പോഴും അതിൽ നാട്ടുകാർ പറയുന്നത് പോലെ കൂടുതൽ ആളുകൾ അകപ്പെട്ടതിൻ്റെതായ വിവരങ്ങൾ വരുന്നില്ല. പക്ഷേ ആളുകളെ കാണാനില്ല എന്ന പരാതി ഇപ്പോഴും ഉയരുന്നുണ്ട്. നമ്മളുടെ മുന്നിൽ കൃത്യമായ കണക്കിൽ എത്ര പേരെ കാണാനില്ല, എത്ര പേർ മിസ്സിംഗ് ആണ് എന്നതിന്റെ കണക്കില്ല എന്നാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഇന്നിപ്പോൾ ജില്ലാ ഭരണകൂടം അല്ലെങ്കിൽ മന്ത്രിതല സംഘം നടത്തിയ വാർത്താ സമ്മേളനത്തിലും എത്ര പേർ മിസ്സിംഗ് ആണ് എന്നതിന്റെ കൃത്യമായ വിവരങ്ങളില്ല. അപ്പോൾ നമുക്ക് ആരെയാണ് തിരയേണ്ടത്, അതായത് എവിടെയാണ് തിരയേണ്ടത് എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം. കാണാതായ ആളുകളുടെ കണക്ക് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ എസ്റ്റേറ്റിലൊക്കെ ജോലി ചെയ്തിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളായ ആളുകൾ, പ്രത്യേകിച്ച് ബംഗാൾ, അസം മേഖലയിലുള്ളവർ, അവരെ പറ്റിയൊന്നും, അവരിൽ ബഹുഭൂരിപക്ഷത്തെ പറ്റിയും വിവരമില്ല എന്നാണ് ഈ നാട്ടുകാർ തന്നെ പറയുന്നത്. അവരെവിടേക്ക് പോയി എന്നറിയില്ല, അവരെ തെരഞ്ഞ് ബന്ധുക്കളൊന്നും വരുന്നുമില്ല. അപ്പോൾ നമ്മളുടെ കാണാതായവരുടെ പട്ടികയിൽ അവരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും അറിയില്ല. അങ്ങനെ അത്തരം ചില പ്രതിസന്ധികൾ ഇപ്പോഴുണ്ട്. തെരച്ചിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രധാനമാകുന്നത് എത്ര പേരെ കാണാനുണ്ട് എന്നുള്ളതിൻ്റെ കണക്ക് വേണം എന്നതാണ്. അപ്പോൾ കാണാനുള്ളവരെ കണ്ടെത്തുക, അതിനുള്ള തെരച്ചിലാണ് നമ്മൾ നടത്തേണ്ടത്. അപ്പോൾ അതിനൊരു ലിസ്റ്റ് വേണം, എവിടെയാണ് അല്ലെങ്കിൽ അവരാരാണ് എന്നതിൻ്റെ വിവരങ്ങൾ വേണം. അതില്ല എന്നത് ഒരു പ്രശ്നം തന്നെയാണ്. അതിപ്പോൾ ഈ ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ അത്തരം ചില പ്രതിസന്ധിയിലേക്ക് കൂടി കടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് തയ്യാറാക്കുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് റവന്യൂ വകുപ്പും ജില്ലാ ഭരണകൂടവും ഒക്കെ പറയുന്നത്. അപ്പോൾ ആ കണക്ക് കൂടി ലഭ്യമായാൽ മാത്രമേ തെരച്ചിൽ കുറെ കൂടി ശാസ്ത്രീയമാകൂ എന്നതാണ് ഒരു പൊതുവിലയിരുത്തൽ. ഒരു പ്ലാൻ ബി ഈ തെരച്ചിലിന്റെ കാര്യത്തിൽ, ഈ ആളുകളെ കണ്ടെത്താനുള്ളവരെ അവരെ കണ്ടെത്തേണ്ടതിന്റെ കാര്യത്തിൽ ഒരു പ്ലാൻ ബി വേണം. അതൊരു രക്ഷാദൗത്യം എന്ന നിലയിൽ അതിനെ നമുക്ക് പറയാൻ കഴിയില്ല. കാണാതായവരെ കണ്ടെത്താനുള്ള ഒരു ദൗത്യമായി അത് 5-ാം ദിവസമായപ്പോഴേക്കും അത് മാറിയിട്ടുണ്ട് എന്നത് നിസ്സംശയം പറയാം. അതിൽ എന്തൊക്കെ വിവരങ്ങൾ നാളെ ചാലിയാറിലെ പരിശോധനയിൽ വരും എന്നതുകൂടി പരിശോധിച്ചായിരിക്കും അടുത്ത ദിവസങ്ങളിലെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. ശരി, വിജയകുമാർ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആദ്യ ദിനത്തിൽ തന്നെ അനുജ, നമ്മൾ ആദ്യ ദിനം തൊട്ട് പറയുന്നുണ്ട്, ഇതിൽ എത്ര പേർ ഉൾപ്പെട്ടിട്ടുണ്ട്, ആരെയൊക്കെ ഇത് ബാധിച്ചിട്ടുണ്ട്, എത്ര പേരെ കാണാതായിട്ടുണ്ട്. അതിൻ്റെ യഥാർത്ഥ കണക്ക് ഈ 5-ാം ദിനത്തിലും ഇല്ല എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഈ പറയുന്ന തൊഴിലാളികളാണ്. അന്യദേശത്ത് നിന്ന് വന്ന തൊഴിലാളികൾ. ആ പാടിയിലും ഒപ്പം തന്നെ ആ ലയങ്ങളിലുമൊക്കെയായി കഴിഞ്ഞ ഒരുപാട് പേരുണ്ട്. അവരാരൊക്കെയാണ്, അവരെങ്ങോട്ട് പോയിട്ടുണ്ടാകും എന്നൊന്നും വലിയ കണക്കുകളില്ല. അപ്പോൾ അതിനായി ശ്രമിക്കുന്നു റവന്യൂ വകുപ്പ് എന്നാണ് ഇപ്പോൾ വിജയകുമാർ നൽകിയ പുതിയ വിവരം.